Hi, നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പൈത്തണിലേക്ക് ചോദിക്കുന്ന 5 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് എന്താ, നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെങ്കിലും ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫംഗ്ഷനാ എന്താ, ഊപ്സ്നാ എന്താ, ഡേറ്റ ടൈപ്സ്നാ എന്താ, വേരിയബിൾസ്നാ എന്താന്ന് പറയുന്നത്. പക്ഷേ പൈത്തൺ, നമ്മുടെ ഡെസിഗ്നേഷൻ പൈത്തൺ ആയിട്ട് പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ആ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേ. നമ്മൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കേൾക്കുന്ന ഒരു വേർഡാണ് അറേ എന്ന് പറയുന്നത്. അറേയുടെ ഡെഫിനിഷൻ എന്താ? കളക്ഷൻസ് ഓഫ് ഡേറ്റ വിത്തിൻ സിമിലർ ഡേറ്റ ടൈപ്പ്. നമ്മൾ ഒരു ഇൻറ്റിജർ ആയിട്ട് ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറേയിലേക്ക് ഇൻറ്റിജർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പൈത്തണിലേക്ക് അറേന്റെ ടോപ്പിക് വരുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സിന്റെ ടോപ്പിക്കിന്റെ അണ്ടറിലാണ്. അതിലേക്ക് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്, ഡിക്ഷണറി എന്ന് പറയുന്നത്. ഇത് ഒவ்வொரு കോൺസെപ്റ്റും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. പക്ഷെ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഇന്റർവ്യൂവിലേക്ക് ചോദിക്കുന്ന സമയത്ത് പറയുവാണെങ്കിൽ കളക്ഷൻസ് ഓഫ് ഡേറ്റാസ് വിത്തിൻ ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ്. നമുക്ക് ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ മാത്രം സ്റ്റോർ ചെയ്യണമെന്ന് ആവശ്യമില്ല. നമുക്ക് എന്തൊക്കെ പറ്റും? സ്ട്രിങ്സോ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സോ, ഇല്ലെങ്കിൽ നമുക്ക് ഇൻറ്റിജേഴ്സോ എല്ലാം മിക്സ് ആക്കി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് അറേനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പൈത്തണിലേക്ക് വരുന്ന ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിപ്പ്. വാട്ട് ഈസ് പിപ്പ്? പിപ്പ് എന്ന് പറഞ്ഞത് പൈത്തൺ പാക്കേജ് ഇൻസ്റ്റാളർ. പൈത്തൺ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാക്കേജസും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. പൈത്തൺ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയിട്ട് python.org എന്ന് പറഞ്ഞ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയിട്ട് നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാം. നെക്സ്റ്റ് നമ്മളുടെ കമന്റ് പ്രോംപ്റ്റിലേക്ക് പോയിട്ട് python git-pip.py എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തിട്ട് പിപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈത്തൺ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാക്കേജസും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയണമെങ്കിൽ എന്തെങ്കിലും ഗെയിം ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ പൈഗെയിം എന്ന് പറഞ്ഞ പാക്കേജസ്, tkinter, നമുക്ക് GUI അപ്ലിക്കേഷൻസ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് tkinter എന്ന് പറഞ്ഞ പാക്കേജസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിപ്പ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ, മോഡ്യൂൾ. മോഡ്യൂൾസ് എന്ന് പറയുന്നത് പൈത്തൺ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് മോഡ്യൂൾസ്. നമുക്കൊരു സ്ക്രീനിലേക്ക് ഒരു എക്സാമ്പിൾ കാണാം. rectangle.py എന്ന് പറഞ്ഞ ഒരു ഫയൽ ഉണ്ട്. ഇതിലേക്ക് ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഫോർമുലാസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് area.py എന്ന് പറഞ്ഞ ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ മോഡ്യൂൾസ് എന്ന് പറയുന്നത്. മോഡ്യൂൾസ് എന്ന് പറയുന്നത് ഇത് കണ്ടെയ്നിങ് ദ പൈത്തൺ കോഡ്. മോഡ്യൂൾസിലേക്ക് ഇരിക്കുന്ന എല്ലാം പൈത്തൺ കോഡ് മാത്രമാണ്. ഒരു പൈത്തൺ കോഡ് മറ്റൊരു പൈത്തൺ കോഡിലേക്ക് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ മോഡ്യൂൾസ്. മെമ്മറി മാനേജ്മെന്റ് ഇൻ പൈത്തൺ. പൈത്തണിലേക്ക് മെമ്മറി മാനേജ്മെന്റ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓബ്ജക്ട്സെയും ഡേറ്റ സ്ട്രക്ചേഴ്സെയും പ്രൈവേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ബിൽറ്റ് ഇൻ കോർബേജ് കളക്ടർ അവൈലബിൾ ആണ്. കോർബേജ് കളക്ടർ എന്ന് പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യാത്ത മെമ്മറിനെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കോർബേജ് കളക്ടർ. അത് നമ്മുടെ പൈത്തണിലേക്ക് ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പൈത്തൺ മെമ്മറി മാനേജ്മെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് പാസ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഇതുവരെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും പഠിക്കുന്നത് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ആണ്. ദെൻ പൈത്തണിലേക്ക് വരുന്നത് പാസ് എന്ന് പറഞ്ഞ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് വരും. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു ഇഫ് കണ്ടീഷന്റെ അകത്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും എഴുതി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എറർ ആണ് എക്സിക്യൂട്ട് ആണത്. ആ കണ്ടീഷൻ തെറ്റാണെന്നാണ് നമുക്ക് പറയുന്നത്. ഇൻ കേസ് അതിന്റെ പകരം നമ്മൾ ഒരു പാസ് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊരു എററും ഇല്ലാതെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ആകും. ഇതിന് വേണ്ടിയിട്ടാണ് പാസ് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കണ്ടത് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പൈത്തണിലേക്ക് ചോദിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതുപോലത്തെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ ഈ ചാനൽ നമുക്ക് ഫോളോ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.